ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിന് തകർത്ത് ലക്നൌ സൂപ്പർ ജയന്റ് സീസണിലെ തങ്ങളുടെ ആദ്യ വിജയം ആഘോഷിച്ചു. ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത ലക്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ തീരുമാനം ശരിവെക്കുന്നതായിരുന്നു മുഹമ്മദ് ഷാമിയുടെ അമാരക ബോളിംഗ് സ്പെൽ. വെറും 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 മുൻനിര വിക്കറ്റുകൾ വീഴ്ത്തിയ ഷാമി ഹൈദരാബാദിനെ തുടക്കത്തിലെ വിറപ്പിച്ചു. ഒരു ഘട്ടത്തിൽ 26-4 എന്ന നിലയിൽ തകർന്ന ഹൈദരാബാദിനെ ഹെൻറിച്ച് ക്ലാസിനും 62 റൺസ് നിതീഷ് കുമാർ റെഡ്ഡിയും 56 റൺസ് ചേർന്ന് നടത്തിയ 116 റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടാണ് 156 എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ ലക്നൌവിനു വേണ്ടി നായകൻ ഋഷഭ് പന്ത് തന്നെ മുന്നിൽ നിന്ന് നയിച്ചു. 50 പന്തിൽ 68 റൺസുമായി പുറത്താകാതെ നിന്ന പന്ത് സമ്മർദ്ദഘട്ടത്തിലും ശാന്തനായി ബാറ്റ് ചെയ്ത് ടീമിനെ വിജയതീരത്തെത്തിച്ചു. ഓപ്പണർ എയ്ഡൻ മർക്രം 45 റൺസ് നൽകിയ മികച്ച തുടക്കവും വിജയത്തിൽ നിർണായകമായി. അവസാന ഓവറിൽ 9 റൺസ് വേണ്ടിയിരിക്കെ ജയദേവ് ഉനദ്ഘട്ടിനെതിരെ ബൗണ്ടറികൾ പായിച്ചു ഒരു പന്ത് ബാക്കി നിൽക്കെ ലക്നൌ കളി തീർത്തു. ഹൈദരാബാദിന്റെ തുടർച്ചയായ 2ാം തോൽവിയാണിത്. പന്തിന്റെ ഈ മാസ് തിരിച്ചു വരവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഹൈദരാബാദിന്റെ ടോപ്പ് ഓർഡർ പരാജയമാണോ ഈ തോൽവിക്ക് കാരണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ IPL വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.